പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലായി ഗ്രഹിക്കേണ്ടതിനായി ചിന്തകളെ, എൻ്റെ മനസ്സും ആ ചിന്തകളെ ഞാൻ അങ്ങനെ ഒന്ന് ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. തിയറികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അനുഭവങ്ങൾക്കകത്തൂടെ നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യത്തെ ഞായറാഴ്ചകളിൽ നമ്മൾ ആ തിയറികളെല്ലാം ഒന്ന് കേട്ട് വരുന്നത് നമുക്ക് സന്തോഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. ആദ്യം തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അതോടുകൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒന്ന് പറയുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആമേൻ. ദൈവം ഒരു ഡിനോമിനേഷൻ സ്ഥാപിക്കാനോ ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി അല്ല ഇനി വരുന്നത്. വന്നതും അതിനല്ല, ഇനി വരുന്നതും അല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കൃപയുടെ സുവിശേഷമുണ്ട്. ആമേൻ. കൃപയാൽ ലൈഫിനകത്ത് നമുക്ക് ലഭ്യമായി തീരുന്ന കൃപയുടെ ഒരു വലിയ സന്ദേശമുണ്ട് ദൈവവചനത്തിനകത്ത്. ആ കൃപയുടെ സുവിശേഷം കേൾക്കുന്നവരാണ് നമ്മൾ. കൃപയാലാണ് നമുക്കെല്ലാം വെളിപ്പെടുന്നതെന്നറിയാം. പക്ഷേ എൻ്റെ അവസാന സമയങ്ങളിൽ പ്രസംഗിക്കപ്പെടേണ്ടത് കൃപയുടെ സുവിശേഷമല്ല, രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ദൈവ രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. കർത്താവ് വരുമെന്നുള്ളത് കൃപയുടെ സുവിശേഷം തന്നെയാണ്. പക്ഷെ കർത്താവ് രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന 90% ആൾക്കാരും സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അത് ശരിയാണ്, പോയേ പറ്റുള്ളൂ, പോകണം, നിർബന്ധം പോകണം. പക്ഷേ പോയി അവിടെ ഇരിക്കുകയല്ല, മറിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റണം. ഹല്ലേലൂയ. ഒരു 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടെന്നറിയാം. ഹല്ലേലൂയ. ഒരു 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 ഡിനോമിനേഷൻ സ്ഥാപിച്ച്, ഒരു മതം സ്ഥാപിച്ച്, ഒരു മതസ്ഥാപനത്തിലൂടെ ഒരു കുറച്ച് പേരെ അതിനകത്താക്കുക എന്നുള്ളതല്ല, ഒരു ഗവൺമെന്റിനെ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ആമേൻ, ഹല്ലേലൂയ. മുണ്ടക്കയത്ത് ഒരു ഗവൺമെന്റ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്താൽ ഭരണം നടത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ്. മലയാളത്തിൽ പറഞ്ഞ പലർക്കും അത് മനസ്സിലാകേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. ദൈവവും യേശുക്രിസ്തുവും നാമും ചേർന്ന് ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ്. ആമേൻ. അതാണ് നമ്മുടെ യഥാർത്ഥ പ്രത്യാശ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പല രീതിയിൽ വിഭാഗിച്ച്, ഹല്ലേലൂയ, പലതിനും വേണ്ടി അപേക്ഷിച്ചിട്ടും ഒന്നും കിട്ടാതെ, അല്ലേ? ഇപ്പം ഏത് ജാതിയിലോ മതത്തിലോ ജനിക്കപ്പെട്ടവരാണെങ്കിലും ഒത്തിരി ഒത്തിരി ലഭിക്കേണ്ട നന്മകളൊക്കെ ഉണ്ട്. പ്രത്യേക ജാതിയിൽ ജനിച്ചതുകൊണ്ട്, പ്രത്യേക അനുഭവത്തിലായിരുന്നതുകൊണ്ട്. പക്ഷെ എപ്പോഴാണോ യേശുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് വന്നതുകൊണ്ട് എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. റദ്ദ് ചെയ്യപ്പെട്ടവരോടൊക്കെ ഞാൻ ഇന്ന് പകലൊരു കാര്യം പറയാണ്, നിങ്ങൾക്ക് പ്രത്യാശിക്കാനൊരു വകയുണ്ട്. ഈ ഭൂമിയിൽ തന്നെ, ഹല്ലേലൂയ, നിനക്ക് എല്ലാ അനുവാദങ്ങളും അനുവദിച്ച് കിട്ടുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപിതമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളും ചേർന്ന് ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റിന്റെ സിസ്റ്റം, ഹല്ലേലൂയ, കർത്താവ് ഈ ഭൂമിയിൽ ഇപ്പോൾ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. രണ്ടാമത്തെ എൻ്റെ ഒരു ഭാഗം ആ വിഷയത്തിനകത്ത്, രാജ്യം യേശുക്രിസ്തു സ്ഥാപിക്കുമെന്നല്ല, അവൻ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ രാജ്യം ഐഹികമല്ല, ഇപ്പോൾ അത് അങ്ങനെയല്ല വെളിപ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. നീതി, ദൈവത്തിൻ്റെ നീതിയും സമാധാനവുമായി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അത് വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ നീതിയും ആ സമാധാനവും ലഭിച്ചവർ ആ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യേണ്ടതിനായിട്ടുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതമാകേണ്ടതാണ്. ആമേൻ. ഉറങ്ങേണ്ടവരല്ല നമ്മൾ, പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ.
എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയുടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സഭ സ്ഥാപിക്കപ്പെട്ട ഒരു ഡിനോമിനേഷൻ അകത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയല്ല. ആമേൻ. ഈ ഭൂമി സാത്താന്റെ വകയായി പോയതിൽ നിന്ന് തിരികെ പിടിച്ച് അവന്റെ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് വരാൻ പോകുന്നത്. അതിന് മുമ്പോടിയായി സാത്താൻ അവന്റെ രാജ്യം സ്ഥാപിക്കും. അവൻ അതിൽ സക്സസ് ആയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ കർത്താവ് തകർത്ത് കളയും. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ അവൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിയോടെ പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിന് പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് എത്രത്തോളം പ്രബലരായിരുന്നാലും അതിൻ്റെ എല്ലാ ശക്തിയും ക്ഷയിച്ചു പോകത്തക്ക രീതിയിലായിരിക്കും ദൈവരാജ്യം മാനിഫെസ്റ്റഡ് ആകുന്നത്. ആമേൻ. ഈ കാര്യങ്ങൾ ഉയർത്തി ഒന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും യേശുവാണ് കർത്താവെന്ന് വിചാരിച്ച് വിളിക്കുന്ന ഒരു രാജ്യസ്ഥാപനം ഈ മുണ്ടക്കയത്തും വെളിപ്പെട്ടു വരും. അതിനെ വെളിപ്പെടുത്തുവാൻ, ആ രാജ്യത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചവരാണ് നിങ്ങളെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ നമുക്ക് ദൈവരാജ്യത്തിന്റെ ആ ഗവൺമെന്റിനെ നോക്കിക്കാണാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തകളെ കൊണ്ടുപോകുവാനിടയായി തീർന്നത്. ഒരു വാക്യോട് വായിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇന്നൊരു നല്ലൊരു ആശങ്കയാണ്. കാര്യം ഞാൻ പഠിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു ചിന്തയെ മറിച്ചു കളയുന്ന ഒരു ചിന്ത എൻ്റെ അകത്തേക്ക് രാവിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ തന്നു. അതൊരു ആവേശമായിട്ട് തന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ഒരു വാക്യം വായിക്കുന്നു. ഈ ഭാഗം തുടർന്നു കൊണ്ടുവരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനെ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നുണ്ടെന്നു. പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എടുത്തെഴുതുന്ന ഒരു ഭാഗമാണ്. തനിക്ക് ഈ ഭൂമിയിൽ പ്രാധാന്യതയുള്ളതെല്ലാം ചപ്പൻ ചവറും എന്നെണ്ണത്തക്ക രീതിയിൽ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും മഹത്വത്തിനകത്തേക്ക് ക്രമീകരിക്കുന്ന അനുഭവങ്ങളാകുന്ന യേശുവിനെ അറിയുക, യേശുവിൻ്റെ കഷ്ടാനുഭാവങ്ങളെ അറിയുക. ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയത്തോട് ചേരുന്ന വാക്ക് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയണം. ആമേൻ. അറിയണം എന്ന് താൻ ഗ്രഹിക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം തനിക്ക് ശ്രേഷ്ഠമായി ഭൂമിയിലെല്ലാം ഉണ്ട്. താനെല്ലാം വിട്ട് കളഞ്ഞു എന്നല്ല, എന്നാൽ എല്ലാം വിട്ട് കളയുന്നു. അതിനൊന്നും പ്രാധാന്യതയില്ല. പ്രാധാന്യത എനിക്ക് യേശുവിനെ അറിയണം. സ്തോത്രം പറയണ്ട. എനിക്ക് യേശുവിനെ അറിയണം. ആമേൻ. യേശുവിൽ വ്യാപരിച്ച പുനരുത്ഥാനത്തെ എനിക്കറിയണം. ആമേൻ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ, വിശ്വസിക്കുന്നവർക്ക് ജീവിക്കുവാൻ ദൈവം അയച്ച പരിശുദ്ധാത്മാവിനകത്തൂടെയാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമായി വെളിപ്പെടുന്നത്. ആമേൻ. പുനരുത്ഥാനമല്ല എൻ്റെ പ്രസംഗ വിഷയം, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. ആമേൻ. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിയോഗിച്ച ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആമേൻ. ആ ശക്തിയെക്കുറിച്ചാണ് ഇന്നെൻ്റെ പ്രസംഗ വിഷയമായി വരുന്നത്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. വാക്യം വായിച്ചിടാം എന്ന് വെച്ചിട്ടാണ് വിചാരിച്ചത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിച്ച ഭാഗത്ത് നിർത്തിയ ഒരു ഭാഗം ഇതായിരുന്നു. 3 രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട്. വ്യത്യസ്ത രീതിയിൽ പ്രസംഗിക്കുന്നവരുണ്ട്. എങ്കിലും എനിക്ക് കൂടുതലായി ഗ്രഹിക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് 3 രീതിയിലുള്ള ഇടപെടലാണ്. വ്യക്തികളിൽ
ഒന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നു, രണ്ട് നമ്മുടെ മേൽ വരുന്നു, മൂന്ന് നമ്മുടെ ഇടയിൽ വരുന്നു. ഇപ്പോഴും ആ പ്രവർത്തനം ഉണ്ട്, 3 രീതിയിലുള്ള ഇടപെടൽ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അനുഭവങ്ങൾ, വചനവും പുതിയ നിയമത്തിൻ്റെ വചനങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കാരണം ഈ ദിവസങ്ങളിൽ, ഈ വർഷങ്ങളിലേക്ക് ഞാൻ കടന്നപ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നപ്പോൾ ആണ് ഞാൻ ആ രണ്ടാമത് കൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പം കൂടെ മനസ്സ് തുറന്ന് ഗ്രഹിക്കുവാൻ വേണ്ടി ഹൃദയം തുറന്ന് വെക്കുവാനിടയായിത്തീർന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മേൽ വരുന്നുണ്ട്, നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്? ഹല്ലേലൂയ. ഇന്നത്തെ ആദ്യത്തെ പാട്ട് തന്നെ അങ്ങനെ ആയിരുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ. ആമേൻ. വിട്ട് പിരിയാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവും നാമും നമ്മളും ബന്ധിച്ചിരിക്കുകയാണ്. ആമേൻ. ഇവിടെ ഇൻട്രൊഡക്ഷൻ മെസ്സേജിനകത്ത് റിങ്കു പറഞ്ഞു, കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചു. ആമേൻ. ഒട്ടിച്ചത് ഹല്ലേലൂയ നമ്മളിൽ പതിപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാലാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദേഹിയുടെ മേൽ വികാരങ്ങളുടെ സമ്മേളന സ്ഥലമാകുന്ന വികാരങ്ങളുടെ സമ്മിശ്ര സ്ഥലമാകുന്ന ദേഹിയുടെ മേല് ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആത്മാവിന് ഓൾറെഡി വീണ്ടെടുപ്പ് കഴിഞ്ഞു. ആമേൻ. ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. ആത്മാവിന് ഓൾറെഡി വീണ്ടെടുപ്പ് കഴിഞ്ഞു. ആമേൻ. ദേഹിയുടെ മേൽ ഇപ്പോൾ കേൾക്കുന്ന വചനവും ആത്മാവും സംബന്ധിച്ച് നമ്മുടെ മേൽ ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ രണ്ടാമത്തിൻ്റെ വരവെങ്കിൽ കാഹളനാദം കേൾക്കുമ്പോൾ ശരീരവും ആ പുത്രത്വത്തിൻ്റെ യഥാർത്ഥ അവകാശത്തിലേക്ക് രൂപാന്തരപ്പെടും. സ്തോത്രം, 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 ഹല്ലേലൂയ. അത് ഇങ്ങനെ എപ്പോഴും കരിഞ്ഞ പോലെ ഒന്നും ഇരിക്കത്തില്ല. ഞാൻ ഈ ഇടയൊക്കെ വെയിലത്തുകൂടെയുള്ള യാത്രയാണ്. മുഖത്ത് നോക്കുമ്പോൾ, ഞാൻ ഇവിടുത്തെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെക്കാളും അവൻ കളറ് പോയോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ കരിഞ്ഞൊന്നും ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു തേജസ് വെളിപ്പെടും. സ്തോത്രം പറ. ഒരു തേജസ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും വെളിപ്പെടും. ഹല്ലേലൂയ. വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ ഇപ്പം നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. സണ്ണി പാസ്റ്റർ എപ്പോഴും അത് എടുത്ത് പറയാറുണ്ട്. ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോഴത് ഇങ്ങനെയാണെന്ന് പറയത്തില്ല. ഉടുപ്പില്ലാത്തവരെ പോലെ അല്ല നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ഉടുപ്പുള്ളവരെ പോലെയാണ്. ഹല്ലേലൂയ. ഏദനിൽ നിന്ന് ഹല്ലേലൂയ തമ്മിൽ നാണം തോന്നി ഇറങ്ങി വന്ന ആദമും ഹവ്വയെ പോലെ അല്ല നമ്മൾ ഇരിക്കുന്നത്. അത് ഈ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ടല്ല, അകത്ത് ധരിച്ച ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ. ഉൾബോധ്യമുള്ളവരെ കുറിച്ച് ഞാൻ പറയുന്നു, നീ ഒരു പ്രശ്നത്തിലും നഗ്നരായി പോകാതിരിക്കാൻ നിന്റെ മേൽ കൃപയുടെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ ഒരു സ്ഥലത്തും വീണ് പോകാതിരിക്കാൻ അവൻ കൃപയുടെ ശക്തിയായി നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു സ്ഥലത്തും നീ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നിന്നെ ജയിപ്പിക്കേണ്ടതിന് നിന്റെ കൂടെ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എത്ര പേർ നല്ല ഉറപ്പുണ്ട്, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ഞാൻ ക്ഷീണിച്ചാലും എന്നെ ക്ഷീണിപ്പിക്കാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ആത്മാവ് എന്നെ വിട്ട് മാറത്തില്ല. പഴയ നിയമകാലഘട്ടത്തിൽ വാക്ക് കേട്ട് അകത്ത് നിരാശ തോന്നിയ ഏലിയാവെന്ന ആ കാലഘട്ടത്തിലെ ശക്തനായ പ്രവാചകന്റെ അടുക്കൽ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വന്നു. ഇല്ല, നീ തളരത്തില്ല, എൻ്റെ ശക്തി നിന്നെ വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കും. ആമേൻ. ഒറ്റയ്ക്കിരിക്കാൻ പോലും മനസ്സിന് ധൈര്യമില്ലാതെ പോയ ഒരു മനുഷ്യനെ കാലുകളിൽ ശക്തി പകർന്ന് ഓടിപ്പിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകല് നിരാശയോടെ ഈ ശബ്ദം കേൾക്കുന്നവരോട് പ്രശ്നത്തിനകത്ത്
വീണ് കിടക്കുന്നവരോട് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ നിനക്കൊരു തളർച്ചയുണ്ടായെങ്കിൽ ഇന്ന് പകൽ വചനം നിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നു. ഇല്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഈ കിടക്കുന്ന സ്ഥലത്ത് വീണ് കിടന്ന് മരിക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ കാലിനെ ശക്തിപ്പെടുത്തി നിനക്കൊരു ദൂരയാത്ര, ഒരു വലിയ മിഷൻ ദൈവം നിന്റെ മേൽ അയച്ചിട്ടുണ്ട്. ഇന്ന് പകൽ അത് ഗ്രഹിക്കാനോ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ഒരു മനസ്സില്ലെങ്കിലും പേടിക്കണ്ട. അകത്ത് വന്ന ആത്മാവിനെ കയറി പിടിച്ചു. അവൻ നിന്നെ നിവർത്തീകരിപ്പാൻ വിശ്വസ്തനാണ്. ഏലിയാവിന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ കൂടെ നിൽക്കാൻ ആളില്ലെന്നാണ്. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടവനെ പോലെ കാണുന്ന നിലവാരത്തിലാണ്. ഹല്ലേലൂയ. നിന്നതാണ്. ഹല്ലേലൂയ. വെല്ലുവിളിച്ചതാണ്. വാക്കുകൾ കൊണ്ട് പ്രകൃതിയെ അടക്കിയവനാണ്. പക്ഷേ മനസ്സിൽ കയറി വന്നൊരു നിരാശയെ, മനസ്സിൽ കയറി വന്നൊരു ഭീഷണിയെ താണ്ടാൻ കഴിയാതെ മനസ്സ് മരവിച്ച് വിഷമിച്ചവനോട് കർത്താവ് പറയില്ല, ഞാൻ നിനക്ക് ആഹാരമായി വരികയാണ്. പകല് ദൈവവചനം ആഹാരമായി സ്വീകരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ക്ഷീണിച്ചിരുന്ന ദൈവം നിന്നെ ധൈര്യപ്പെടുത്താൻ പോകുകയാ. ഇതൊരു ദൂതാണെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ശക്തിയോട് പറയുന്നു. നിന്റെ ക്ഷീണം എവിടെ വെളിപ്പെട്ടു, അവിടെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവിൻ്റെ വചനമെന്ന ആഹാരം വെളിപ്പെടുന്നു. നീ ക്ഷീണിച്ച സ്ഥലത്ത് വീണ് മരിക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്കുക. നീ എഴുന്നേൽക്കുന്നതിനോടൊപ്പം നിന്റെ കൂടെ ഒരു ശക്തിയും വെളിപ്പെട്ടിരിക്കും. ക്ഷീണിച്ചു കിടക്കുന്നവരോട് പറയുന്നു, നിന്റെ ക്ഷീണം രോഗത്താലാണോ, നിന്റെ ക്ഷീണം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ, നിന്റെ ക്ഷീണം ബന്ധങ്ങളുടെ വികിൽച്ചകളാണോ, നിന്റെ ക്ഷീണം ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ കഴിവില്ലെന്നുള്ളതാണ്. ഏതാണോ നിന്റെ ക്ഷീണത്തിന് കാരണം, നിന്റെ ആ ക്ഷീണത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ധൈര്യത്തിൻ്റെ ആത്മാവുണ്ട്. സ്വീകരിക്കുക, ആത്മശക്തിയെ സ്വീകരിക്കുക. അവന്റെ ശക്തിയാൽ ഇതിനെ ജയിക്കാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ അയക്കുമാറാകട്ടെ. മൂന്ന് രീതിയിലുള്ള ഇടപെടൽ പരിശുദ്ധാത്മാവിൻ്റെതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത്. രണ്ട് നമ്മുടെ ഹല്ലേലൂയ മേൽ വെളിപ്പെടുന്നത്. മൂന്ന് നമ്മുടെ കൂടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവശക്തി നമ്മുടെ ആത്മാവിനകത്തേക്ക് ലയിച്ചിറങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പരാജയങ്ങളെയും മാറ്റാൻ വേണ്ടിയാണ് അകത്തേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ ഉള്ളിൽ വന്ന തെറ്റായ ഉൾബോധ്യങ്ങളെ മുഴുവൻ എടുത്ത് കളയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇറങ്ങി വരുന്നത്. നമ്മുടെ അകത്ത് വന്നുപോയ പഴയ ഫുൾ ഡേറ്റയെ എടുത്ത് മാറ്റിയിട്ട് യു ആർ ഫ്രം ഹെവൻ, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്നും ദൈവത്തിൻ്റെ മകനാണെന്നും ദൈവത്തിൻ്റെ DNA ആണ് നിന്റെ അകത്തിരിക്കുന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആത്മാവ് ഉള്ളിലിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ പഴക്കങ്ങളും പൊളിയട്ടെ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നത് എല്ലാ പഴയതിനെ എടുത്തു മാറ്റാനാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പഴക്കങ്ങളും മാറിപ്പോകട്ടെ. ആത്മാവിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോണം. നിന്റെ ശരീരത്തിനകത്ത് വന്ന് കയറിയ രോഗം ഇരുന്നിരുന്ന് പഴകി നിന്നെ ഒരു പഴക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ ഇന്നൊരു ഡിവൈൻ ഹെൽത്തിന് ആത്മാവിൽ ഇതിനകത്തേക്ക് ഞാൻ ആത്മാവിൽ വിളമ്പുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ, പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിച്ചോ. ഒരു ഡിവൈൻ ഹെൽത്ത് എല്ലാ പഴയ രോഗത്തെയും മാറ്റുന്നു. കരം അടിച്ചതിനെ സ്വീകരിച്ച് നീ പോലും അറിയാതെ, ഞാൻ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറി വന്ന ആ പഴയ രോഗത്തെ എടുത്ത് മാറ്റട്ടെ. പറ അടുത്തിരിക്കുന്ന ആളോട്, എല്ലാ പഴയതും മാറിപ്പോകുക.
രാജാൻ കേട്ടില്ല. രാജാൻ കൊച്ചിന് വെള്ളം കൊടുക്കുകയാണ്, കുഴപ്പമില്ല. ആമേൻ. എല്ലാ പഴയതും കൊച്ചിനോട് പറഞ്ഞു, എല്ലാ പഴയതും മാറുകയാണ്. പറ നിങ്ങളുടെ വീടിനെ നോക്കി പറ, എല്ലാ പഴയതും മാറിപ്പോകുവാണ്. ആമേൻ. വചനം പറയുന്നു, ആത്മാവ് വന്നപ്പോൾ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. സകലതും പുതുതായി. നിങ്ങൾ എന്നെ നോക്കി പറഞ്ഞു, ഞാനത് സ്വീകരിച്ചോളാം. ഹല്ലേലൂയ. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ അനുഭവങ്ങളെ നോക്കി നിങ്ങൾ സകലതും പുതുതാകായി നിൽക്കുമ്പോൾ പറയാ, എൻ്റെ അകത്ത് സകലതും പുതുതാക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവനാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. പുനരുദ്ധാനമല്ല എൻ്റെ വിഷയം, പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് എൻ്റെ വിഷയം. ഇന്ന് പകല് പഴയതിനെ പുതുക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പഴകിയ അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നോവും വേദനയും നിരാശയുമായി മാറുമ്പോൾ തിരിച്ചറിയുക, നിന്റെ ശരീരത്തിനകത്ത് ദൈവം നിക്ഷേപിച്ച ആത്മാവിനാൽ നീ സംസാരിച്ചാൽ ഇത് പുതുക്കപ്പെടും. അതാണ് നാം ആ താഴ്വരയിൽ കാണുന്നത്. ഹല്ലേലൂയ. പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, നിനക്ക് പറ്റുമോ പ്രവചിക്കാൻ? നീ പ്രവചിച്ചാൽ ഈ അസ്ഥി പോലെ ആയതിനകത്തേക്ക് പുതിയ ത്വക്ക് വരും, പുതിയ ഞരമ്പ് വരും, പുതിയ ഹല്ലേലൂയ അസ്ഥി പുതിയത് വരും. ഇന്ന് പകൽ വിശ്വാസത്തെ വിളിച്ചു പറയുന്നു, അസ്ഥി പോലെ മാത്രമായി തീർന്ന ഇതിന് മേൽ ദൈവത്തിന്റെ പുതിയത് വെളിപ്പെടുന്നു. നന്നായി കരമടിച്ചതിനെ സ്വീകരിക്കുക. ഈ പ്രസംഗത്തിനല്ല കയ്യടി, മറിച്ച് ദൈവശക്തിക്കാകടി. ഹല്ലേലൂയ. പഴയതാക്കപ്പെടാൻ വേണ്ടി നിന്റെ മേൽ പ്രവർത്തിച്ച ആ ദുരാത്മ മേഖലയുടെ സകല കെട്ടും ഈ പകൽ അഴിയട്ടെ. ഇനി മുന്നോട്ട് ഈ സന്ദേശത്തെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ കൂടെ പ്രവർത്തിക്കുന്ന ആത്മാവങ്ങ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന സകല രോഗികളും സൗഖ്യമാകും. ഇതിനകത്തിരിക്കുന്ന സകല മ്ലാനതകളും പോകും. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ചൂട് പോലും പുറത്തു പോകും. ഇതിനകത്തിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും പുറത്തു പോകും. ഇതിനകത്തിരിക്കുന്ന എല്ലാ പഴയതും അഴിഞ്ഞു മാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഗെറ്റ് റെഡി. ഹല്ലേലൂയ. ഒന്നിനെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുവൻ നിന്റെ അകത്തുണ്ട്. എന്താണോ ഏദനിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ആദിയിൽ സംഭവിച്ചത്, അതുപോലെ നിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആ അന്ന് ആത്മാവ് ഭൂമിയെ വെള്ളങ്ങൾക്കകത്ത് പൊതിഞ്ഞ് സൂക്ഷിച്ചതുപോലെ നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു, പാപമോചനം നടത്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ ഹല്ലേലൂയ നമ്മളെ ശുശ്രൂഷിപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി തീർത്ത് നമ്മളെ സഭയാക്കി മാറ്റി. ഹല്ലേലൂയ. ഇനി എന്താണ്? ലോകത്തോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ആക്കി തീർക്കുകയാണ് ദൈവം. ക്രിസ്തു, പരിശുദ്ധാത്മാവ്, വിശ്വസിച്ചവർ, സഭ, പിന്നെ ലോകം. ഗവൺമെന്റ് എന്തിനാ? ഈ ലോകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഒരു പാറ്റേണിൽ ദൈവാത്മാവ് ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരാഴ്ച ഇവിടെ വന്ന് ആരാധിച്ചും 2.5 മണിക്കൂർ വീട്ടിൽ പോകേണ്ട ആൾക്കാരല്ല നിങ്ങളെന്നുള്ള തികഞ്ഞ ബോധ്യം ഉണ്ടെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. പകുതിയിൽ അത്ര പോലും ബ്രേക്കില്ല. ബാക്കി ബ്രേക്ക് ആത്മാവ് പിടിച്ചു വെച്ചാണ് ഓടിക്കുന്നത്. ഇച്ചിരി ധൃതിയിൽ ഓടിക്കേണ്ട വന്നു. ഞാൻ സാധാരണ അധികം വേഗത്തിൽ പോകാറില്ല. കാറാണെങ്കിൽ ഇച്ചിരി വേഗത്തിൽ പോകും, ബൈക്കിൽ അധികം വേഗത്തിൽ പോകാറില്ല. ഡിപ്പെൻഡ് അപ്പോട്ട ടൈമാണ്. ദൈവസന്നിധി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാം. ചില സമയങ്ങളൊക്കെ സ്പീഡിൽ പോകാറുണ്ട്. അപ്പം വേഗത്തിൽ പോകുകയും എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന വണ്ടി, 2 വണ്ടി ഫ്രണ്ടിലുള്ള ചവിട്ടി പടപെടാന്ന് എല്ലാ വണ്ടിയും ചവിട്ടി. ഞാനും ചവിട്ടി കിട്ടി. എനിക്ക് ചവിട്ടി വണ്ടി ഇടിച്ചൊന്നുമില്ല. വണ്ടി കൊണ്ട് തൊട്ടിൽ നിന്ന് നിർത്തി.
പക്ഷെ എൻ്റെ ഉള്ളത്തിലൊരു ചിന്തയുണ്ടായി, വണ്ടി ഇടിച്ചു. ഇതുവഴി ഇങ്ങനെ ഒരു വേദന വന്ന് എൻ്റെ നടുവിലൊക്കെ ഇറങ്ങിയിട്ട് എനിക്ക് അനങ്ങാൻ വയ്യാതെ ഇങ്ങനെ സ്റ്റക്കായി. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഒരു വിധത്തിലാണ്. വണ്ടി ഇടിച്ചോ? ഇല്ല. ഇടിച്ചാലല്ലേ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുള്ളൂ. പക്ഷെ ഈ ചിന്ത വന്നപ്പോഴേ എൻ്റെ അകത്തൊരു വേദന കയറി. അതെൻ്റെ ശരീരത്തിനകത്ത് ഇറങ്ങി. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളിലൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച എന്തുമാത്രം സംഭവങ്ങളുണ്ടെന്നറിയാം നമ്മുടെ ശരീരത്തിൽ. ആമേൻ. ഈ മെഡിക്കൽ സയൻസ് ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് അതുകൂടെ കൂട്ടിക്കലർത്തി അങ്ങ് പറയാം. കേട്ട കാര്യങ്ങൾ എന്തുമാത്രം വിശ്വാസീയമാണെന്ന് അറിയത്തില്ല. നമ്മൾ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണ്, നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിനകത്തേക്ക്, ആ ചിന്ത ശരീരത്തിനകത്തേക്ക് ഇറങ്ങാൻ ഒരു 90 സെക്കൻഡ് സമയമുണ്ട്. വേണ്ടാത്തതാണ്, ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഒരു 90 സെക്കൻഡ് ദൈവം നമുക്ക് തരികയാണ്. വചനം പറയുന്നു, നിഷ്ഫല പ്രവർത്തികളെ ശാസിക്കുക. നിങ്ങൾ ചെയ്യാറുണ്ട് ഇത്? ശങ്ക ഉണ്ടാകാറുണ്ടോ? എനിക്ക് പണ്ടുണ്ടാകാറുണ്ടായിരുന്നു. ആരെങ്കിലും കാണാതായി കഴിഞ്ഞാൽ അന്നേരം വണ്ടി ഇടിച്ച് കാണുമോ, വരാൻ താമസിച്ച ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ, ശങ്കയാ. ആളുടെ പേര് പറയത്തില്ല, ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യം പറയാം, ശ്രദ്ധിക്കാം. ആളുടെ പേര് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആളായോടെ പറയത്തില്ല. കാര്യം പറയാം, ചിലർക്ക് അറിയാൻ തോന്നുന്നു. ഒരു വലിയ ആറിന്റെ അപ്പുറം, ശ്രദ്ധിച്ചോണേ, വലിയ ആറിന്റെ അപ്പുറം ഒരു പട്ടിയെ തൊടലിനകത്ത് പൂട്ടിയിട്ടിരിക്കാം. ആറിന്റെ ഇപ്പുറ വഴി ഇദ്ദേഹം നടന്നു പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞങ്ങളുടെയൊക്കെ അവിടെ പോയ മിക്ക ആറുകളുടെ ഇടയിൽ അപ്പുറം കാണും, തൊട്ടപ്പുറം ഇപ്പുറം റോഡ് കാണും. ഇദ്ദേഹം പോകുമ്പം ആറ് കാണാം, ആറിന്റെ അപ്പുറത്ത് വഴി കാണാം, വഴിയുടെ വീടിന്റെ മുറ്റത്ത് തൊടലെ പൂട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ കാണാം. പെട്ടെന്നൊരു വിചാരം, എങ്ങാനും ആ തൊടല് പൊട്ടി ഈ ആറ് പറ്റി പട്ടി എന്നെ വന്ന് കടിച്ചാലോ? അങ്ങനെ ഓടുന്ന എത്ര പേരുണ്ട്? മനസ്സിലായോ? ആറ് പറ്റണം, പട്ടിയുടെ തൊടലും പൊടി, ഇതൊക്കെ നടക്കുന്ന കാര്യം. പക്ഷെ അങ്ങനെ പേടിക്കുന്നവരുണ്ടെന്ന്, അങ്ങനെ പേടിക്കുന്നവരുണ്ട്, ഡെയിലി കേൾക്കുന്ന. ചില ചിന്തകൾ വന്ന് കീറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. ഞാൻ ഈ പഴക്കം എന്ന് പറഞ്ഞപ്പോൾ ഭയത്തിലൂടെ ഇങ്ങനെ കീറി ഒത്തിരി സംഭവങ്ങളുണ്ട്. അത് ശരീരത്തിനകത്ത് രോഗമായി തീരാതിരിക്കാൻ ദൈവവചനം അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. നിഷ്ഫല പ്രവൃത്തികളെ വരുമ്പോഴേ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ശാസിക്കണം. എഫെസ്യ ലേഖനത്തിനകത്തൊരു കരുത്തുറ്റ വചനമാണ്. അനുവദിക്കാതെ അതിനെ എതിർക്കണം. പറ്റുമോ? കേൾക്കുന്നവരുണ്ടോ അവിടെ? പാസ്റ്റർ വന്ന് എതിർക്കാൻ നിൽക്കരുത്. ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ചിരുമ്പോ സമയമാവും. ഞാനല്ല എതിർക്കണ്ട, നിങ്ങൾ തന്നെ എതിർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയാം ഈ വിഷയം? ചില നന്മകൾ തടസ്സപ്പെടുന്നത് ഇതുകൊണ്ടാണ്, ചില അനുഗ്രഹങ്ങൾ നിന്നു പോകുന്നത് അതുകൊണ്ടാണ്, അല്ലേ? ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് കാണാൻ സഹോദരിമാർക്ക് ഒത്തിരി പേർക്ക് അനുവാദം കിട്ടിയതാണ്. പോയ വഴിക്ക് ഇവരെല്ലാം കൂടെ ഉള്ളിലൊരു ചിന്ത, ആരാ കല്ല്? തമ്മി ചോദിക്കുക, എൻ്റെ പൊന്ന് ത്രേസ്യാമേ, ആരാണ് നമ്മുടെ യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുരുട്ടി മാറ്റുന്നത്? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചോദ്യത്തിൻ്റെ പരിണിത ഫലം പുറകെ പോയവരെല്ലാം വലിഞ്ഞു മാറി. അവസാനം ആര് മാത്രം ചെന്ന്? മറിയ മാത്രം ചെല്ലും. എന്നാ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എത്ര പേർക്ക് ലഭിക്കേണ്ട ഒരു ദിവ്യ ദർശനമായിരുന്നു യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ കാണാൻ. അവരെല്ലാം വീട്ടിൽ പോയി. എന്താ ഉണ്ടായ ഒരു ചിന്ത? ഇല്ലാത്തൊരു കല്ലുണ്ടോ? ഞാൻ പറഞ്ഞപ്പോ കല്ലില്ലെന്ന്, അതിന് മുമ്പായിരുന്നു കല്ലുണ്ടായിരുന്നത്.
കല്ല് 3 ദിവസം അവിടെ ഉണ്ടായിരുന്നെന്നുള്ള ശരിയാ, പക്ഷേ എപ്പോഴാണോ ഇവർ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ കല്ലില്ല. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ആ കല്ലറയ്ക്കകത്തിറങ്ങി. ആ കല്ലറയ്ക്കകത്തിരുന്നപ്പം മുമ്പിൽ നിന്ന വ്യക്തികളും കല്ലും മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് ഞാൻ പറയും, ഇല്ലാത്ത കല്ലിന്റെ പേരിൽ കിട്ടാനിരിക്കുന്ന അവസരങ്ങളെയും നന്മകളെയും നശിപ്പിച്ചു കളയരുത്. ഹല്ലേലൂയ. അവരുടെ ചിന്തകൾക്കകത്ത് മാത്രമേ ആ കല്ലുണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. നേരത്തെ യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിലും ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയാണോ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ട് ആ സ്ഥലത്ത് കല്ലിനൊരു പ്രാധാന്യതയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, അവർ വന്ന് കണ്ടു, കല്ല് നീങ്ങി മാറിയിരിക്കുന്നത് കണ്ടു. ആമേൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ദൂത് ഈ അക്ഷരത്തിൻ്റെ വാക്കുകൾ കൂടെ ഞാൻ കൈമാറട്ടെ. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുന്നവർക്ക് ഹല്ലേലൂയ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒരു തടസ്സമല്ല. ഒരു നല്ല ആമേനായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ ശരീരത്തിനകത്ത് സ്വീകരിച്ചു വെച്ചിരിക്കുന്നവർക്ക് ഹല്ലേലൂയ, പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധി അല്ല. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിച്ചവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചവരാണെങ്കിൽ, ഉറപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളല്ല കാണേണ്ടത്, ദൈവത്തിൻ്റെ മറുപടികളെയാണ്. ഉപയോഗിക്കണം. ദൈവാത്മാവിനെ ഉപയോഗിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ ഉള്ളിൽ വന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. പിന്നീട് നന്നായിട്ട് വിഭാജനം ചെയ്തിട്ട് വിശദീകരിക്കാം. അടുത്തൊരു ഭാഗമായിരുന്നു നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. എൻ്റെ ഒരു ആശങ്കയായിരുന്നു, ഇത് ശരിയല്ല, ഇത് പഴയ നിയമത്തിലാണ് ആണ്. പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടോ, ആരാധിക്കുമ്പോഴും ഒരു പ്രത്യേക വചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവശക്തി വ്യാപരിച്ചാലും പുറത്തേക്കൊരു ഒഴുക്കുണ്ടാകുന്നുണ്ട്. ഇത് ആക്ച്വലി പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. എന്തിനാണ്? മേൽ ഒഴുക്ക് വരുന്നതൊരു അഭിഷേകത്തിന്റെ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഓരോന്ന് പ്രതീക്ഷിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ആത്മാവിനെ സ്വീകരിച്ചവരാണ്. പക്ഷെ ഈ മേലൊഴുക്കിപ്പോൾ ഒന്നും കുറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കാൻ പലർക്കും മനസ്സിലായിരിക്കുക. എന്താണ്? ഒരു പദ്ധതിയോടുള്ള ബന്ധത്തിൽ ദൈവം തൻ്റെ ശക്തിയെ നിന്റെ മേലൂടെ ഒഴുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച കേരളത്തിലുള്ള എല്ലാ സഭയിലെ വിശ്വാസികളുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ഒന്ന് ശരീരത്തിന്റെ മേലൂടെ അവനെ ഒഴുക്കാൻ താല്പര്യപ്പെട്ടവർ വ്യത്യസ്തരാണ്. ഹല്ലേലൂയ. ഈ പകൽ അതിനുള്ള ആഗ്രഹമുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒന്ന് ഒഴുകട്ടെ. ഹല്ലേലൂയ. നിന്റെ അവയവങ്ങളെല്ലാം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തകളെല്ലാം പരിശുദ്ധാത്മാവുമായി ക്രമീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നല്ലൊരു ഒഴുക്ക് നിങ്ങളുടെ മേലുണ്ടായാൽ ഹല്ലേലൂയ, നിങ്ങളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അത് വെളിപ്പെട്ടിരിക്കും. അതിന് പറ്റിയ വാക്യമാണ് വ്യാപരിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. ഇന്ന് പകല് ആ വ്യാപരിക്കുന്നവനെ അനുവദിക്കാൻ എത്ര പേർക്ക് തയ്യാറാണ്? ഒരു ഡിവൈൻ വ്യാപനം, ഡിവൈനായിട്ടുള്ള ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തൂടെ ആ ആത്മശക്തി ഒഴുകാൻ അനുവദിക്കണം. ഒരു കാര്യം വ്യക്തമാണ്, ദൈവശക്തി ഒഴുകി തുടങ്ങിയാൽ പിന്നെ അവിടെ രോഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞ, രോഗം എന്ന വാക്കിനേക്കാൾ ബലഹീനതകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ബലഹീനതയുള്ളിടത്ത് ദൈവശക്തി വന്നടിക്കും.
ഹല്ലേലൂയ. ഇതാണ് ഏലിയാവിൻ്റെയൊക്കെ ശരീരത്തിനകത്തൂടെ ഒഴുകിയത്. ഇതാണ് ശിംശോന്റെ ശരീരത്തിനകത്തൂടെ ഒഴുകിയത്. ഇതാണ് ദാവീദിന്റെ ശരീരത്തിലൂടെ ഒഴുകിയത്. ഒരു ബാലനായി നിൽക്കെ, ഹല്ലേലൂയ, തന്നെക്കാളും വലിയ പൊക്കവും നീളവുമുള്ള ഗോലിയാത്തിനെ നിസാരനെന്ന് തോന്നിക്കുന്നത് ഈ ദാവീദിന്റെ ശരീരത്തിലൂടെ ഒഴുകിയ ഒരു ദൈവശക്തിയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണം എത്രത്തോളം കഠിനമായിരുന്നാലും, ഹല്ലേലൂയ, ആ ഒഴുക്ക് അനുവദിച്ചാൽ അത് വിട്ടുമാറും. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇതിനെ വിശദീകരിക്കാം. എന്ന് എടുത്ത പോഷനകത്ത് 1-2 കാര്യങ്ങളൊന്ന് പറയണമല്ലോ. ഈ ഭാഗം പറഞ്ഞു വരാതെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ ബന്ധപ്പെടുത്തിയാണ് സംസാരിച്ചത് പുനരുദ്ധാരണത്തിന്റെ ശക്തിയെ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയ ഭാഗം, മണ്ണ് കുഴച്ച് ഒരു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയിലേക്ക് ദൈവം തൻ്റെ ശ്വാസത്തെ അയച്ചപ്പോൾ ദൈവ ശ്വാസവും ദൈവ ശരീരവും മൺപ്രതിമയും ദൈവശ്വാസവും ചെയ്ത് വന്നപ്പോൾ ഒന്നുകൂടെ രൂപപ്പെട്ടു. അതായിരുന്നു ദേഹി. ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം, ദൈവത്തിൻ്റെ വികാരങ്ങളെ, ദൈവിക വികാരങ്ങളെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചാണ് ഈ ദേഹി പുറത്തു വന്നത്. പക്ഷേ ബലഹീനമായ മനുഷ്യൻ അവൻ്റെ വികാരങ്ങൾക്കകത്തേക്ക്, അവൻ്റെ സ്വയത്തിനകത്തേക്ക് പാപം മൂലം താഴെ പോകുവാനിടയായിട്ടുണ്ട്. ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഒന്നുകൂടെ പുറകോട്ട് പോയിട്ട് ഞാൻ പറയാം. ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലേക്ക് വന്നപ്പോൾ, ഇത് ശ്രദ്ധിക്കണേ, ഈ ഒരു ഭാഗം ഞാൻ പറയണമെന്ന് വളരെ ആഗ്രഹിച്ചാണ് ഇന്ന് വന്നത്. ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മുടെ അകത്ത് ഒരാത്മാവ് ഉരുവായി. അതിന് പറയുന്ന പേരാ മനുഷ്യാത്മാവ്. നിങ്ങൾക്കറിയാം ഈ വിഷയം, എങ്കിലും ഇതൊക്കെ ഗ്രഹിക്കുന്നതല്ല. ദൈവശ്വാസമാണ് നമ്മുടെ അകത്ത് മനുഷ്യ ആത്മാവിനെ ഉരുവാക്കിയത്. പ്രതിമയായിരുന്ന നമ്മുടെ അകത്ത് 2 സംഭവങ്ങൾ രൂപപ്പെട്ടു. ഒന്ന് ദേഹി, അത് ദേഹവും ആത്മാവുമായി ചേർന്നപ്പോഴാണ് ദേഹം എന്നുണ്ടെങ്കിൽ ദൈവശ്വാസം നേരിട്ട് ഉരുവാക്കിയതായിരുന്നു മനുഷ്യാത്മാവ്. ഞാൻ ആ ഭാഗം ഒന്ന് നിർത്തിയിട്ട് ഈ ഭാഗത്തിന്റെ ഒരു ആദ്യത്തെ പോയിന്റ് പിടിക്കുന്നു. ഹല്ലേലൂയ. ദൈവശ്വാസം ചിലതിനെ രൂപപ്പെടുത്തും. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കിനകത്ത് കിടപ്പുണ്ട്, എല്ലാ വചനവും ദൈവത്തിന്റെ ശ്വാസ്യമാണ്. ആമേൻ. ഇവർ ജീവിക്കേണ്ടതിന് ഈ നിഹിതന്മാരുടെ മേൽ ഊതുക. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടില്ല എന്ന വാക്ക് പറഞ്ഞപ്പോഴേ ആത്മപൂർണനായി പൗലോസ് അവരുടെ മേൽ ഊതി. അപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞ് അവർ പ്രവചിക്കുന്നവരായി മാറി. എന്നെ കേൾക്കുന്നുണ്ടോ? അന്തരീക്ഷം വ്യാപരിക്കണമെങ്കിൽ ഇത് കേൾക്കണം. ഹല്ലേലൂയ. എല്ലാ വചനവും ദൈവശ്വാസ്യമാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എടുത്ത് പറയുന്നത്. അവൻ്റെ ശ്വാസം മനുഷ്യാത്മാവിനെ രൂപപ്പെടുത്തിയെങ്കിൽ ഇവിടെ കേൾക്കുന്ന വചനം വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ശ്വാസത്തിൻ്റെ സമീപനം ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശരീരവും നിന്റെ അവസ്ഥകളും മെച്ചപ്പെടാൻ ഇതിൽ വേറൊന്നില്ല. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾ നന്നാകാൻ ഇതിൽ വേറൊന്നില്ല. അവന്റെ ശ്വാസമുള്ള വചനം. ഹല്ലേലൂയ. വചനം പറയുന്നു, അയക്കപ്പെട്ട വചനം, പറ എന്നോടൊപ്പം പറ, അതതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. അങ്ങനെയാണെങ്കിൽ അയക്കപ്പെട്ട വചനത്തോടു കൂടെ ശ്വാസവും വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, 1-2 കാര്യങ്ങളൂടെ പറയാം. ഹല്ലേലൂയ.
ഈ വചനം എഴുത്ത് വരികളായി മാറിയാൽ ഇത് അക്ഷരം മാത്രമാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയോ? അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വചനം വെറുതെ വാക്കായിട്ടോ വരിയായിട്ടോ അല്ല പുറപ്പെടുന്നത്, ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഇന്ന് പകല് പുറപ്പെടുന്ന ആത്മാവിന്റെ വചനം ചിലതിനെ രൂപപ്പെടുത്തും. ഇന്ന് പകല് നിനക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്താൻ അവൻ വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടി ഈ പട്ടണത്തിനകത്ത് ചിലത് പുതുതായി ഉളവാക്കാൻ അവൻ വിശ്വസ്തനാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ ഈ വചനത്തെ കയറി പിടിച്ചോ. നിന്റെ വീടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് ആത്മാവ് ദൈവവചനം ഉപയോഗിച്ച് ചിലതിനെ രൂപപ്പെടുത്തുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് പുതിയ കോശങ്ങൾ ഉളവാകും, പുതിയ കിഡ്നികൾ ഉളവാകും, പുതിയ ആരോഗ്യമുള്ള ഹൃദയം നിനക്കുണ്ടാകും, പുതിയ അവയവങ്ങൾ ജനിക്കട്ടെ, പുതിയ അവയവങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ആത്മാവ് നിമിത്തമായി പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ തട്ടി ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ച് നിന്റെ വീട് പുതുതാക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ കല്ലറയിൽ ഇറങ്ങി മരിച്ച യേശുവിൻ്റെ ശരീരത്തെ പുനർനിർമ്മിച്ച ആത്മാവ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് എ മോട്ടിവേഷൻ മെസ്സേജ്. ഇത് ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാണ്. നിങ്ങളുടെ മനസ്സിനൊരു കുളിർമയുണ്ടാകാൻ ഒരു മോട്ടിവേഷൻ നൽകിയതല്ല. ഹല്ലേലൂയ. വീടിനകത്ത് ശക്തീകരിക്കുക. വീടിനകത്ത് ശക്തീകരിക്കുക. വീടിനകത്ത് ശക്തി മറഞ്ഞിരിക്കുക. പ്രസംഗിച്ച് ഫലിപ്പിക്കുന്നതിനേക്കാൾ വിശ്വസിച്ച് അതിനെ പ്രദർശിപ്പിക്കുവാനുള്ള അനുവാദം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. നീ ഏത് പ്രശ്നത്തിനകത്താണോ ഇറങ്ങി നിൽക്കുന്നത്, ആ പ്രശ്നത്തിനകത്ത് ഇറങ്ങി നിന്ന് പറയണം, എൻ്റെ അകത്ത് വീടും എൻ്റെ അകത്തും ആത്മാവും ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു വചനോടെ കൂട്ടിച്ചേർക്കട്ടെ. നിന്റെ അകത്ത് വന്ന ദൈവീയ പ്രോമിസുകളെ നിവർത്തീകരിക്കാൻ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി നിൽക്കുക. അതിനുവേണ്ടി ഒരു മനുഷ്യൻ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയം ലൈഫ് മാറുക തന്നെ ചെയ്യും. ചൂടിനുകൊണ്ട് ഈ വാക്കുകളെ വൃഥാവാക്കി കളയരുത്. പരിശുദ്ധാത്മാവ് ആണ് വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് വന്നാൽ പ്രതിമയായിരുന്ന ആദമിൻ്റെ ശരീരത്തിൽ ഒരു ആത്മാവ് രൂപപ്പെട്ടതുപോലെ പാപം മുഖാന്തരമായി മരിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെ ഇറങ്ങിച്ചെന്ന് അവിടെ അതിനെ ജീവിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് പൗലോസ് തൻ്റെ എഴുത്തുകളിൽ കൊലോസ്യ ലേഖനത്തിൽ കുറിച്ചത്, സ്നാനത്തിങ്കൽ അവനോടുകൂടെ നിങ്ങൾ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുവാനിടയായി. അതെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവാദമുള്ളവരോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ, നിങ്ങളുടെ മേൽ ഒഴുക്കാൻ തയ്യാറുള്ളവർ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂട്ടത്തിനകത്ത് പ്രവർത്തിപ്പിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അധികം ബഹളം വേണ്ടെന്ന്, ഇന്ന് അധികം ഹല്ലേലൂയ വലിയ പ്രകടനങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഉള്ളത്തിലൊരാഗ്രഹം, എൻ്റെ അകത്ത്, എൻ്റെ ശരീരത്ത്, എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത്, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന ആഗ്രഹബോധത്തോടെ ശിഷ്യന്മാർ പുറകെ നടന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. ആ സമയത്തെയോ ആ കാലഘട്ടത്തെയോ അറിയുന്നത്, പക്ഷെ ഒരു കാര്യം,
ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയാം. ഒരേ ഒരു ഉത്തരം. ഹല്ലേലൂയ. ആ സമയവും ആ കാലഘട്ടവും ഞാൻ പറയുന്നില്ല, അത് പിതാവിൻ്റെ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉത്തരം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ, യു ബിക്കം എൻ അൺലിമിറ്റഡ് പേഴ്സൺ. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അർത്ഥത്തോളം നീ പോകും. ഹല്ലേലൂയ. എന്താണ് യേശു പറഞ്ഞ അർത്ഥമാക്കിയത്? അമ്മേ, എനിക്ക് ഒരാളെ പറ്റി മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ. അവൻ ഈ കിണ്ടത്തെ നിന്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവരും. അവൻ ഈ ശക്തിയെ വെളിപ്പെട്ടു കൊണ്ടുവരും. ഇന്ന് പകൽ ഞാനൊരു ദൂത് കൈമാറുക, ആത്മാവുള്ളവൻ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങൾക്കകത്തും ആത്മാവ് ഒരാൾ മതി പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവേ എന്നിലൂടെ പ്രവർത്തിക്കണമെന്ന്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇറങ്ങണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇടപഴകുമ്പോൾ എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഇടപഴകണമെന്ന്? ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ സൈഡ് വെച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു കാര്യം, നിന്നെ വിട്ട് പിരിയാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നിയോഗം ദൈവം കൊടുത്തിരിക്കുക. നമ്മുടെ സൈഡ് വെക്കുമ്പോൾ നമ്മളിങ്ങനെ കൂടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയാണ്. ഇന്ന് പകൽ പറയുന്നു, കൂടെ നിൽക്കുന്നവൻ വിട്ടുമാറാതെ നിൽക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിന്നിലൂടെ ചിലത് ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. യേശുവിനേക്കാൾ വലിയ ആളായിട്ടല്ല, കൂടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഓരോ കാലഘട്ടത്തിനും വെളിപ്പെട്ട് വരേണ്ട വെളിപ്പെടുത്തലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു പറയുകയാണ്, ഞാനിത് ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഇരിക്കുന്ന മുഴുവൻ അനുഭവിക്കുവാനും അതിനെ വെളിപ്പെടുത്തുവാനും ചെയ്യേണ്ടവർ നിങ്ങളാണ്. അടങ്ങിയിരിക്കരുത് ഈ പകൽ, മറച്ചു വെക്കരുത് ഈ പകൽ, ഒതുക്കി വെക്കരുത് ഈ പകൽ. നിങ്ങൾക്കൊരാളുണ്ട്, ആള് പരിശുദ്ധാത്മാവ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് വീടിനകത്ത്? ആത്മാവിൽ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ കുമിഞ്ഞുകൂടുമ്പോൾ ഹല്ലേലൂയ, അതിനെ അനുവദിക്കാൻ വിട്ടുകൊടുത്തിട്ട് കരയുന്നവരായി തീരരുത്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ. ഹല്ലേലൂയ. ഉറപ്പാണ്, വചനം പറയുന്ന സത്യം ഇങ്ങനെ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ, അനുഭവത്തിലൂടെ വിളിച്ചു പറയട്ടെ. നീ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിന്നെ പഴയതാക്കാൻ ശ്രമിച്ചതെല്ലാം വീട് വിട്ടിറങ്ങും. ഹല്ലേലൂയ. അത് നാട്ടിൽ പോലും നിൽക്കത്തില്ല. ഹല്ലേലൂയ. രോഗത്തിന് പിറകിൽ ഒരു ദുരാത്മ ഇടപെടലുണ്ട്. ആമേൻ. ശാപങ്ങൾക്ക് പിറകിൽ ഒരു ദുരാത്മ ഇടപെടലുണ്ട്. ബലഹീനതകൾക്ക് പിറകിൽ ഒരു ദുരാത്മ പദ്ധതികളുണ്ട്. എല്ലാത്തിനെയും പൊളിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ട്. നീ ഒരു സ്ഥലത്ത് സക്സസ് ആകാതിരിക്കാൻ ലോകവും സാത്താനും മനുഷ്യരും ഒരുമിച്ച് നിന്നാലും നീ ആത്മാവിനാൽ ആത്മപൂർണനാണെങ്കിൽ ആ സ്ഥലത്ത് ജയിച്ചിരിക്കും. അതല്ലേ ഹല്ലേലൂയ ദാനിയേലിൻ്റെ ലൈഫിനകത്ത് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. കൂട്ടത്തിൽ നിൽക്കുന്നവർ പോലും തന്നെ മനസ്സിലാക്കാതെ ചിന്തിക്കുമ്പോഴും ആത്മാവിൽ നിൽക്കുന്നവർ, ഞാൻ എൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ അശുദ്ധമാക്കാൻ തയ്യാറല്ല. കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഭൂമിയിലുള്ള അനുഭവങ്ങൾ കൊണ്ടല്ല ഇദ്ദേഹം ഈ അഭിഷേകത്തിന് ഇദ്ദേഹം ഹല്ലേലൂയ ഒരു ദൈവീയ ദിവ്യ മനുഷ്യനായി മാറിയത് ദൈവത്തിൻ്റെ ആത്മാവിനാലാ. സ്വീകരിക്കുക. ഈ കാലഘട്ടത്തിൽ എത്രത്തോളം അധികമാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ്? എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഒഴുക്ക് വേണമെന്ന്? ഹല്ലേലൂയ. കഴിഞ്ഞ നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഉറവകൾ തുറക്കുവെന്ന ഉറവകൾ. ആ ഉറവ നിന്റെ അകത്താണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ കുപ്പിക്കകത്തുള്ള വെള്ളം പുറത്തു വരാൻ ഈ അടപ്പ്
തുറക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നാൽ അകത്ത് നിക്ഷേപിക്കപ്പെട്ട നദി എന്ന പരിശുദ്ധാത്മാവിലൂടെ ഒരു ഒഴുക്ക്, എവിടെ നിന്ന് എങ്ങനെയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, പക്ഷെ ഇതെല്ലാം നിക്ഷേപിച്ച ഒരാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. തെറ്റായ ഒരു പഠനം വരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, എല്ലാം ജീവിച്ച് നന്നായി ജീവിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റുകൾ നമ്മളിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നോ 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 വിത്തൗട്ട് സ്പിരിറ്റ്, വിത്തൗട്ട് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല. കുറച്ച് ദിവസമൊക്കെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റും, കുറച്ച് നാൾ അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും, പക്ഷേ ആത്മാവിൻ്റെ വിശുദ്ധി, ദൈവത്തെ പോലെ നമ്മളെ ആക്കി മാറ്റാൻ കഴിയുന്ന ആത്മാവിൻ്റെ വിശുദ്ധി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോഴാണ് എല്ലാ ബലഹീനതകളിൽ നിന്ന് നമ്മൾ ക്രമാതീതമായി പുറത്തു വരുന്നത്. എവിടെയെങ്കിലും ഉത്സവപ്പെട്ട പോലെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്, നിനക്ക് മുന്നോട്ട് പോകാനുണ്ട് ഒത്തിരി. ഈ ചൂട് കൊണ്ടോ ഇപ്പോഴത്തെ സങ്കോചം കൊണ്ടോ തീരുന്നതല്ല നിന്റെ ലൈഫ്, മറിച്ച് മുന്നോട്ട് പോകാനുണ്ട്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മേൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അകത്തെൻ്റെ അകം തിളയ്ക്കുകയാണ്. രോഗമാകട്ടെ, ക്ഷീണമാകട്ടെ, മരണമാകട്ടെ, രോഗത്തിന് കാരണമായ ദുരാത്മാവാകട്ടെ, ക്ഷീണത്തിന് കാരണമായ പാപമാകട്ടെ, മരണത്തിന് കാരണമായ പിശാചാകട്ടെ, നിങ്ങളുടെ മേൽ പ്രവർത്തിച്ച് ജയിക്കാത്ത രീതിയിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരിക്കും. അതിനുള്ളൊരു നീതി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചാൽ ഇത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ആത്മാവ് നമുക്ക് ലഭിച്ചെന്ന് ഉറപ്പുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അനുവദിക്കാനായിട്ട് തയ്യാറാകുക. തുറന്നു വരാൻ പോവുക, തുറന്നു വരാൻ. ഒരു നദിയുടെ തടഞ്ഞു നിർത്തിയ ഒരു നദിയുടെ ഒഴുക്കിനെ, അതിനെ നല്ലതുപോലെ വിടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവിനെ അനുവദിക്കാൻ തയ്യാറാകുക. എങ്ങനെ? വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ, വചനത്താൽ, ആരാധനയാൽ. ഹല്ലേലൂയ. സമയം പരിശുദ്ധാത്മാവായി. ഇനി ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. വചനം പറയുന്നു, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നില്ല, സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങളുടെ ഹോളി സ്പിരിറ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ലൈഫ് ഒന്ന് പുതുതാകുന്നതായി കാണാൻ പറ്റും. ആമേൻ. കൂടെ ഒരാളിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒറ്റയ്ക്കാണെന്നുള്ള നിന്റെ പേടി എവിടെയോ മറഞ്ഞു പോകും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ഇതിനകത്ത് വെളിപ്പെടട്ടെ. പ്രസംഗിക്കേണ്ട വചനം താഴെ കിടക്കുക. ഈ ഇരിപ്പിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ തുറന്നു കൊണ്ടുവരുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ വാക്യത്തിനകത്തേക്ക് വരാം. ആമേൻ. പൗലോസ് പറയാണ്, എനിക്ക് യേശുവിനെ അറിയണം. അതില്ല, ഒരു 10-15 മിനിറ്റിനകത്ത് ഞാൻ നിർത്താം. യേശുവിനെ അറിയണം. യേശു അനുഭവിച്ച കഷ്ടാനുഭാവങ്ങളെ എനിക്ക് അറിയണം. അവൻ്റെ ശരീരത്തിൻ്റെ മേൽ വന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയാം. ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഈ മനുഷ്യൻ ദമസ്കോസിൽ പിടിക്കപ്പെട്ടപ്പോഴുള്ള ആഗ്രഹമല്ല. അപ്പോൾ ഈ അറിവ് അത്രയില്ല. 3 സുവിശേഷ യാത്രകൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിൽ നല്ല സുവിശേഷ വേല പല രാജ്യങ്ങളെയും ഉണർവിന് പ്രാപ്തമാക്കിയതിന് ശേഷം തൻ്റെ അകത്ത് വെളിപ്പെട്ട് വന്ന ശക്തിയെയും തൻ്റെ അകത്ത് വെളിപ്പെട്ട് വന്ന യേശു ക്രിസ്തുവിനെയും വീണ്ടും ഗ്രഹിക്കാൻ തയ്യാറായപ്പോൾ ഞാൻ പറയും, എനിക്ക് കൂടുതലായി അറിയണം. ആമേൻ, ആമേൻ. ഭൂമിയിൽ ഏറ്റവും വലുത് കടലാണ്. ഞാൻ മനുഷ്യൻ്റെ പരിധിയുള്ള മനസ്സ് വെച്ചിട്ട് പറയട്ടെ, അതിനേക്കാൾ ആഴമാണ്
അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യേശുവിനെ അറിയുന്നത്. അറിയാൻ അതിനേക്കാളും വലുതാണ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ പരിമിതിയാകുന്ന ശരീരത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന ആത്മാവിനെ അറിയുന്നത്. അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ കിടപ്പുണ്ട്, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ് അറിയുന്നു, ദൈവത്തിലുള്ളത് ദൈവാത്മാവ് അറിയുന്നു. ദൈവത്തിലുള്ളത് നിന്നിലറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വന്നിരിക്കുക. അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി പരിവർത്തനം ചെയ്യുന്നു, പുനരുത്ഥാനം നൽകുന്നു. എപ്പോഴാണോ നമ്മുടെ മേൽ തേജസ് വെളിപ്പെടുന്നത് അപ്പോൾ മാത്രമല്ല ഈ പുനരുത്ഥാനം സംഭവിക്കുന്നത്, ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലൊരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നവരുടെ മേൽ ഒരു പുനർപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശരീരത്തിലിരിക്കുന്ന പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് കുറിക്കുന്നു, താൻ ഒരു ദിവസം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ വാക്ക് എന്നെ വീണ്ടും എൻ്റെ ചിന്തയെ കൊണ്ടുവന്നു. ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല, പക്ഷേ യോഹന്നാൻ നമുക്ക് കാണാം, യേശു പുനരുത്ഥാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ശരീരത്തെ പോലെ ആയി തീർന്നിട്ട് തട്ടി എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ അവൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട പോലെയായി. ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ പുറത്ത് പരിശുദ്ധാത്മാവ് അടിക്കുന്ന മോശയെ നമുക്ക് കാണാൻ പറ്റും. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക് മോശ കയറി ചെല്ലുമ്പോൾ മോശയുടെ ശരീരത്തിൻ്റെ മേലെ തേജസ് വന്ന് പതിക്കാൻ തുടങ്ങി. ഈ സ്ഥലത്ത് എൻ്റെ കൂടെ നിൽക്കണേ. തേജസ് വന്ന് പതിക്കാൻ തുടങ്ങി. ആ പതിക്കുന്ന തേജസ് തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെ മുഴുവൻ മാറ്റാൻ തുടങ്ങി. ഞാൻ പറയുന്ന ചിന്ത നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ബലഹീനമായി തീർന്ന 80 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ വൃദ്ധൻ്റെ മേൽ തേജസ് അടിക്കാൻ തുടങ്ങിയപ്പോൾ ത്വക്കിന് വരെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ആമേൻ, ആമേൻ. ഒരു 40 ദിവസമേ ഇരുന്നുള്ളൂ. 40 ദിവസം ഇരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് അടിച്ച തേജസ് മോശയുടെ ശരീരം മുഴുവൻ തേജസ് ഉള്ളതാക്കി മാറ്റി. പുറത്തേക്ക് വരുമ്പോൾ ഒരു മൂടുപടം മോശ ഇടുക. കാരണം മോശയെ ആർക്കും നോക്കാൻ പറ്റത്തില്ല. അതുപോലെ തേജസ്, അതുപോലെ തേജസ് എന്ന് പറഞ്ഞാട്ടെ, തേജസ്, ദ ഗ്ലോറി. അതുപോലെ തേജസ് മോശയുടെ മുഖത്ത് നിന്ന്. ചന്ദ്രന് പ്രകാശം ഉണ്ടോ ഇല്ലയോ? എന്റെ പഠിത്തത്തിലല്ല, ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചന്ദ്രനിൽ നമ്മൾ വെട്ടം കാണുന്നത് സൂര്യന്റെ വെട്ടമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് അടിച്ചത് മോശയുടെ മേൽ പതിഞ്ഞു. മോശയെ കാണാൻ നോക്കുന്നവർക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ ഗ്ലോറി മോശയുടെ മേൽ വെളിപ്പെട്ടു. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോശയുടെ മേൽ പതിഞ്ഞു നിൽക്കുന്ന ഗ്ലോറി സാധാരണ കണ്ണുകൾക്ക് ദർശിക്കാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനാ മുറി ഞാനിരിക്കുമ്പോൾ ഞാൻ എടുക്കപ്പെട്ടു പോയി. എൻ്റെ കൂടെ ശരീരം ഉണ്ടോ എന്ന് അറിയാൻ മേലാത്ത നിലവാരത്തിലേക്ക് ഞാൻ മാറി. ഐ ബിലീവ് അവിടെ ശരീരം ഉണ്ടായിരിക്കുന്നത്. രൂപാന്തരപ്പെടുത്തുന്ന ഒരു പരിശുദ്ധ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അകത്തല്ല പുറത്തു വന്ന ദൈവം ഇറങ്ങി നിന്നപ്പോൾ മോശയുടെ ശരീരത്തെ അത്ര മാറ്റം ഉണ്ടായെങ്കിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടേണ്ട രീതിയിലേക്ക് ആത്മാവിന്റെ പരിവർത്തനത്തിലേക്ക് പൗലോസ് മാറി വരുമ്പോൾ ആ ശരീരത്തിൽ എത്ര മാറ്റം ഉണ്ടായിരിക്കണം. ഓ സ്തോത്രം, 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 സ്തോത്രം.
വചനം പറയുന്നു, മോശയുടെ മേൽ കിടക്കുന്ന ആ തേജസ് ഭൂമിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോൾ പയ്യെ പയ്യെ മങ്ങാൻ തുടങ്ങി. മങ്ങിപ്പോകണം. കൊരിന്ത്യർ ലേഖനത്തിനകത്തൊരിങ്ങനെ വാക്ക്, മോശയുടെ മേൽ വെളിപ്പെട്ട തേജസ് മങ്ങിപ്പോയതുപോലെയുള്ള മങ്ങിപ്പോകുന്ന ഒരു തേജസ് അല്ല നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഒരു മങ്ങാത്ത തേജസ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഹല്ലേലൂയ തളിർക്കുന്ന ചെടി പോലെ നിനക്ക് മാറാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പെട്ടകത്തിനകത്തിട്ടിരിക്കുന്ന അനുഭവങ്ങൾ, അത് മന്നയാകട്ടെ, ഹല്ലേലൂയ, മോശയുടെ വടിയാകട്ടെ, അഹരോന്റെ വടിയാകട്ടെ, തളിർക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം അതിനകത്തൊരു ഗ്ലോറി ഉണ്ടാകുന്ന ആ പെട്ടകം ഇന്നില്ല. പെട്ടകം കർത്താവ് നീക്കി മാറ്റി, എന്നിട്ട് ജീവനുള്ള പെട്ടകമാക്കി ദൈവം നിങ്ങൾ നിർത്തിയിരിക്കുക. അതിനകത്ത് ഗ്ലോറി ഇട്ടിരിക്കുക. എന്തിനാണ് പഴയ നിയമത്തിലെ തേജസ് ഇറങ്ങുന്ന സ്ഥലത്ത് പുരോഹിതന് പോലും പോകാൻ പറ്റാത്തത്? തേജസ് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ മാറ്റു കുറയ്ക്കാതെ അകത്താത്മാവ് തേജസ്സോടെ വെളിപ്പെട്ട് നിൽക്കുകയാണ്. എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഓരോ പരിപാടി ആ ചാടാനും തുള്ളാനും വേണ്ടിയല്ല, നിന്റെ ശരീരത്തെ, നിന്റെ ദേഹിയെ, നിന്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം, നിന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല വിളിച്ചത്, ഒരു പദ്ധതി മറഞ്ഞു കിടപ്പുണ്ട്. ഈ ആത്മാവ് ഇറങ്ങി വന്നേക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സമയങ്ങൾ ഉപയോഗിക്കാനല്ല, ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. നീ ഭൂമിയിൽ ജനിച്ചതും ആ പദ്ധതിക്ക് വേണ്ടിയാണ്. ദ റിയൽ പ്ലാൻ വെളിപ്പെടുത്തുവാൻ ആത്മാവ് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. എനിക്കറിയാം, ഞാൻ തൊടുന്ന വിഷയങ്ങളെല്ലാം ഡേഞ്ചർ ഏരിയകളാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ദുരുപദേശമായി പോകും. പക്ഷെ തൊടാതിരിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച 2.5 മണിക്കൂർ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. ഹല്ലേലൂയ. ഡിവൈൻ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ ആ ആത്മാവിന് വിധേയപ്പെടാനായിട്ട് തയ്യാറാകുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ അവണ്ണമായി തീരട്ടെ, നിങ്ങളുടെ ആരാധനകൾ അവണ്ണമായി തീരട്ടെ, നിങ്ങളുടെ യാചനകൾ, ചോദ്യങ്ങൾ അവണ്ണമായി തീരട്ടെ, ആഗ്രഹങ്ങൾ അവണ്ണമായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവിൽ ഒരു വലിയ ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുക. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ എനിക്ക് ആസ്വദിച്ചറിയണം. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സത്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. 3 ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഒന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടുക, ഒന്ന് ഉള്ളിൽ വെളിപ്പെടുക, ഒന്ന് നിങ്ങളുടെ കൂടെ വെളിപ്പെടുക. പരിശുദ്ധാത്മാവ് ഈ 3 രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളിൽ, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മേലുണ്ട്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്താനും വിശ്വസ്തനാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ നിർത്തുകയാണ്. ഒരു നിമിഷം ഉറങ്ങുന്നവർ ഉൾപ്പെടെ ഒന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് സമർപ്പിക്കാനായിട്ട് തയ്യാറാകട്ടെ. എല്ലാ മെസ്സേജും, എല്ലാ സന്ദേശവും ഒഴുകി അങ്ങ് പോകുവാണ്. ഒഴുകി കളയരുതേ. ഈ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണം, പ്രസംഗമാക്കി തീർക്കാനല്ല, മറിച്ച് അനുഭവമാക്കി മാറ്റാൻ. പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാവേ, എൻ്റെ മേലതൊന്ന് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ മേലത് ഒഴുകണമേ. പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിക്കാമോ? ആ ഉറവയൊന്ന് പൊട്ടിപ്പുറത്ത് വരണമേ. ഇത് പത്രോസിൻ്റെ കൂടെ പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? മാറ്റു കുറയാതെ അതിനേക്കാൾ ശക്തിയോടെ പ്രവർത്തിക്കാൻ എന്നും വിശ്വസ്തനാണ്. പൗലോസ് പറയുന്നു, എൻ്റെ കൂടെ പ്രവർത്തിച്ചതിനേക്കാൾ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ വിശ്വസ്തനായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്താണ് തടസ്സം? എന്താണ് തടസ്സമെങ്കിലും അതൊരു തടസ്സമേ അല്ല.
നിങ്ങളുടെ പ്രായം ഒരു തടസ്സമല്ല. മോശയുടെ ലൈഫ് പറയുന്നു, ഇല്ല, പ്രായം ഒരു തടസ്സമല്ല. പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, യഹൂദന്മാർ, ശാസ്ത്രിമാർ, ആ പരീക്ഷ ഗണത്തിൽപ്പെട്ടവർക്കൊന്നും ഇതിനെ കിട്ടാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പരീശൻ്റെ മകനായി ജനിച്ച് ഗമാലിയൻ്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പഠിച്ചെടുത്തവൻ്റെ മേൽ അകത്തെ പരിച്ഛേദനയായി യേശു ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ ഈ ആത്മശക്തി അകത്തൂടെ വെളിപ്പെട്ടു വരാൻ തുടങ്ങി. തടസ്സങ്ങളെല്ലാം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആത്മാർത്ഥമായി ഈ സന്ദേശത്തോട് പ്രതികരിക്കുന്നവർ ഇന്ന് പകലുണ്ടെങ്കിൽ, ആമേൻ, നിന്റെ അകത്ത് ദൈവശ്വാസം കൊണ്ട് ഉരുവായ ആത്മാവുണ്ട്. ഇന്ന് പകൽ പല പല കാരണങ്ങൾ കൊണ്ട് അത് മയങ്ങിക്കിടക്കുകയാണെങ്കിൽ, പല പല കാരണങ്ങൾ കൊണ്ട് അത് മരിച്ചു കിടക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ഈ വചനത്തിന് അതിനെ ജീവിപ്പിക്കുവാൻ കഴിയും. സൽമോൻ പാസ്റ്റർക്കല്ല, ഈ വചനത്തിന് അതിനെ ജീവിപ്പിക്കാൻ കഴിയും. 100% ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ വചനത്തിന് നിന്റെ അകത്ത് കിടക്കുന്നതിനെ ജീവിപ്പിക്കാനും എഴുന്നേൽപ്പിക്കുവാനും പറ്റും. ക്രിയാത്മകമായൊരു ലൈഫിലേക്ക്, ശുശ്രൂഷകളിലേക്ക് പരിശുദ്ധാത്മാവേ എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ ഉപയോഗിക്കണം, ഈ പകൽ എന്നെ ഉപയോഗിക്കണം.